ആദ്യമായി ഇങ്ങനെ ഒരു പ്രഭാഷണം ഇത്തരമൊരു വേദിയിൽ വെച്ച് ചെയ്യാൻ അവസരം തന്ന എസൻസ് ഗ്ലോബലിനോടും എസൻസ് ഗ്ലോബൽ എറണാകുളത്തോടും ഉള്ള അകമഴിഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു. കടുകട്ടിയുള്ള ഒരു പ്രഭാഷണം ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ രസത്തോടെ ചെറു പുഞ്ചിരിയോടെ ഇരുന്ന് കേൾക്കാവുന്ന ഒരു പ്രസൻറ്റേഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പലർക്കിടയിലും വളരെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഞാനിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ തുടങ്ങട്ടെ. നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? ആ പടം, ആ ഡയലോഗ് പറഞ്ഞ സമയത്തുള്ള അല്ലാന്ന് എനിക്കറിയാം. സുരാജിൻ്റെ മുഖം നമ്മുടെ ഒരു മൈൻഡ് സെറ്റിനെ എനിക്ക് തോന്നി അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വിട്ടത്. ഇന്ത്യ ഫെസ്റ്റിവൽസ്, ഉത്സവങ്ങളുടെ നാടാണ്. നമ്മുടെ വർഷത്തിൽ എത്ര ആഴ്ചകളുണ്ടോ അതിനേക്കാളും കൂടുതൽ ആഘോഷങ്ങളുള്ള നാടാണ്. കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ ഓണം, വിഷു, ദീപാവലി, ക്രിസ്മസ്, ബക്രീദ്, റംസാൻ തുടങ്ങിയ സംഭവങ്ങൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഇനി വടക്കേ ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ വേറെ ചില ഫെസ്റ്റിവൽസ്, ഹോളി, ദസറ, നവരാത്രി, സംക്രാന്തി, ലോറി, ഗണേശ ചതുർത്ഥി തുടങ്ങിയ ഉത്സവങ്ങളുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് സെക്യുലറായ കുറേ ഉത്സവങ്ങൾ, ഇൻഡിപെൻഡൻസ് ഡേ, മദേഴ്സ് ഡേ, റിപ്പബ്ലിക് ഡേ, ഇതൊക്കെ നമ്മൾ സെക്യുലറായി സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒട്ടനവധി മതവിഭാഗങ്ങളും സംസ്കാരവും ഇടകലർന്ന് കുറേ ആൾക്കാർ വസിക്കുന്നൊരു രാജ്യമാണ്. അപ്പോൾ നമ്മൾ നിരീശ്വരവാദികളായ നമ്മൾ ഈ ആഘോഷങ്ങളിലൊക്കെ, ഈ ആഘോഷ ദിവസങ്ങൾ വരുമ്പോൾ നമ്മുടെ ഇടയിൽ ചിലപ്പോൾ ഒരു ചിന്താകുഴപ്പം വരാറുണ്ട്. അതായത് നാമമാത്രമായെങ്കിലും മതപരമായ ആചാരങ്ങളുമായി നമ്മൾ സഹകരിക്കണോ അതോ കടുമുടുത്തം പിടിച്ച് മാറി നിൽക്കണോ? ഈ ഒരു ചോദ്യം നിങ്ങളിൽ പലർക്കും പലപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാവും. ഈ ഓണത്തിന് സദ്യ കഴിക്കണോ? അല്ലെങ്കിൽ ദീപാവലിക്ക് എൻ്റെ വീട്ടുകാർ വിളക്കൊക്കെ കത്തിച്ച് വയ്ക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ചേരണോ? അതായത് തെരുവിലെല്ലാവരും പടക്കം പൊട്ടിച്ചും പാട്ടുപാടിയും ഒക്കെ ആഘോഷിക്കുമ്പോൾ നമ്മളിങ്ങനെ വീട്ടിൽ സങ്കടപ്പെട്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? അതോ നമുക്കും ആഘോഷിച്ചൂടെ? നമ്മുടെ രീതിയിൽ സന്തോഷത്തോടെ മതപരമായ ചടങ്ങുകളൊന്നുമില്ലാതെ ആഘോഷിച്ചൂടെ? ഈ ആചാരങ്ങൾ ഒഴിവാക്കുമ്പോൾ നമുക്ക് ചില പ്രശ്നങ്ങൾ വരും. അതായത് നമുക്ക് ലഭിക്കാവുന്ന സന്തോഷം, ആളുകൾ തമ്മിലുള്ള പരസ്പര ബന്ധം, ഇതൊക്കെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ചിന്ത ചിലരെങ്കിലും ഇത്തരം ആഘോഷങ്ങളിലേക്ക് വലിച്ചിടാറുണ്ട്. പലർക്കും ആ പേടി മനസ്സിലുണ്ട്. ഞാൻ അവരുടെ ഒപ്പം കൂടിയില്ലെങ്കിൽ എന്നെ സമൂഹം എങ്ങനെ കാണും, എൻ്റെ വീട്ടുകാരെങ്ങനെ കാണും? ആ ഒരു പേടി പലരിലും കാണാറുണ്ട്. ആ പേടിയെക്കുറിച്ചാണ് ഇന്നത്തെ പ്രസൻറ്റേഷൻ. ഈ ആഘോഷങ്ങൾ വരുമ്പോൾ ആഘോഷങ്ങൾ നമുക്ക് പലതും തരാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് വിശ്രമം, ബ്രേക്ക്, പിന്നെ സന്തോഷം. ഇപ്പോൾ പറഞ്ഞു പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്, ആ ഹാപ്പിനെസ് അത് തരാറുണ്ട്. പിന്നെ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനുള്ളൊരു അവസരം, അത് ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മൾ ഒരുമിച്ച് ഒരു ആഘോഷത്തിൽ പങ്കുചേരുമ്പോൾ ഒരു ബോണ്ടിങ് അത് നമുക്ക് കിട്ടും. പിന്നെ ഇത് കൂടാണ്ട് നമ്മൾ ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളൊരു സംഭവം. എല്ലാത്തിനും ഉപരി വി വിൽ ക്രിയേറ്റ് മെമ്മറീസ്. നമ്മൾ ഓരോ ആഘോഷത്തിൽ പങ്കുചേരുമ്പോഴും നമ്മുടെ വയസ്സാം കാലത്ത് ഇരുന്ന് അയവർക്കാനുള്ള ഒരുപാട് മെമ്മറികൾ നമ്മൾ ചെറുപ്പം തൊട്ട് തന്നെ ഉണ്ടാക്കി വരുന്നുണ്ട്. ഇനി നമ്മൾ ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയും. വി വിൽ ലൂസ് അവർ ആങ്സൈറ്റി, സ്ട്രെസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കുറച്ച് നേരത്തെങ്കിലും നമ്മൾ മറക്കും. അതായത് ആക്ച്വലി ഈ ഫെസ്റ്റിവൽസ് തരുന്നത് നമുക്കൊരു ഡോപ്പമൈൻ ഹിറ്റാണ്. ഡോപ്പമൈൻ എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. ഇറ്റ്സ് എ ഹാപ്പി ഹോർമോൺ. ഇനി ഒറ്റ വാക്കി പറഞ്ഞാൽ ഈ ഉത്സവങ്ങളൊക്കെ മതങ്ങളെക്കാളും പഴയതാണ്. ഈ ദൈവങ്ങളെയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യർ ആഘോഷിച്ചിരുന്നു. നമ്മുടെ ഇടയിൽ ഉത്സവങ്ങൾ ഉണ്ടായിരുന്നു. വൈ? ബിക്കോസ് വി നീഡഡ് ബ്രേക്സ് ഫ്രം അവർ ഡെയിലി റുട്ടീൻസ്. സന്തോഷം, നൃത്തം, പാട്ട്, ഭക്ഷണം, ചിരി, വർണ്ണം, ഇതൊക്കെ നമ്മുടെ തലച്ചോറിനൊരു ഉന്മേഷം തരുന്ന സാധനങ്ങളാണ്. ഇനി പരിണാമപരമായി നോക്കിയാൽ തന്നെ ഒരുമിച്ച് ആഘോഷിച്ച കൂട്ടങ്ങളെയാണ് പരിണാമം പോലും പ്രോത്സാഹിപ്പിച്ചത്.
അതായത് നമ്മൾ ഈ ഹണ്ടർ ഗാദേഴ്സായിട്ടൊക്കെ തുടർന്നിരുന്ന കാലത്ത് ഒരു വലിയ മാമത്തിനെയോ അല്ലെങ്കിൽ ഒരു സേബർ ടൂത്ത് ടൈഗറിനെയോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു കൂട്ടം മനുഷ്യർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്കന്ന് ഉത്സവമായിരിക്കും. കാരണം അന്ന് ഇര തേടി ഭക്ഷണം തേടി അന്നത്തെ ആഹാരം കിട്ടുന്ന ഒരു മനുഷ്യ ഗ്രൂപ്പായിരുന്നു നമ്മൾ. അപ്പം അന്ന് അവർ ആഘോഷിച്ചിട്ടുണ്ടാവും. ഈ പടത്തിൽ കാണുന്ന പോലെ മാമത്തിന് ചുറ്റും ഇരുന്ന് നൃത്തം ചെയ്തിട്ടുണ്ടാവും കഴിക്കണതിന് മുമ്പ്. ഈ ആഘോഷങ്ങൾ പതുക്കെ പതുക്കെ നമ്മുടെ സോഷ്യൽ ലൈഫിലേക്കും കടന്നു വരുന്നു. പിന്നീട് എന്താ സംഭവിച്ചു? പിന്നീട് മതങ്ങൾ വന്നു. അവർ ഈ ആഘോഷങ്ങൾ സ്വന്തമാക്കുകയും അതിനെ ദൈവത്തിൻ്റെ പേരിൽ ദൈവം എന്ന സംഭവം ആഡ് ചെയ്ത് അവസാനം അത് നമുക്ക് തന്നെ വിൽക്കുകയായിരുന്നു. നമ്മുടെ പല ഉത്സവങ്ങൾക്കും മതവിശ്വാസങ്ങൾക്കപ്പുറം ഒരു ചരിത്രമുണ്ട്. അത് ഓണം മുതൽ ക്രിസ്മസ് ആയിക്കോട്ടെ, എല്ലാത്തിനും മതത്തോട് കൂടെയല്ലാതെ ഒരു ഹിസ്റ്ററിയുണ്ട്. പക്ഷെ മതം ഇതിനെയൊക്കെ എടുത്ത് അതിൻ്റെ ഒപ്പം പൂജകളും വിധികളും ഒക്കെ ചേർത്ത് ഒരു ആഘോഷമാക്കി, ഒരു മതാഘോഷമാക്കി മാറ്റി. ഇതിൽ പലതും കാർഷിക ഉത്സവങ്ങളായിരുന്നു, അല്ലെങ്കിൽ അസ്ട്രോണമിയായിട്ട് റിലേറ്റഡ് ആയിരുന്നു. ഇതൊക്കെ ഈ ഉത്സവങ്ങളൊക്കെ പലപ്പോഴും തുടങ്ങിയിരിക്കുക വളരെ ചെറിയ തോതിലായിരിക്കും. അതായത് ഒരു കാവിലെ ഉത്സവം, അല്ലെങ്കിൽ വേണ്ട ഒരു സ്ത്രീ എൻ്റെ ആട് പ്രസവിക്കണേ എന്ന് പറഞ്ഞൊരു അമ്പലത്തിൽ പോയി വഴിപാട് നടത്തുന്നു. ഒരു 2 മാസം കഴിയുമ്പോൾ ആട് പ്രസവിക്കും. ആ പ്രസവിച്ചു കഴിയുമ്പോൾ ഈ പ്രാർത്ഥിച്ചു കൊണ്ടാണ് ആ ആട് പ്രസവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അവരത് 4 പേരെടുത്ത് പറയും. ആ 4 പേര് 16 പേരെടുത്ത് പറയും. അങ്ങനെയാണ് ഓരോ ചടങ്ങുകളും ഉത്സവങ്ങളും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ തുടങ്ങിയൊരു സാധനം ആ വീടും കടന്ന് വടിയും കടന്ന് പഞ്ചായത്തും കടന്ന് ദേശങ്ങളിലേക്ക് വ്യാപിക്കുമ്പോൾ നമുക്ക് ഓരോ ഉത്സവങ്ങളായി മാറി. അതിന് ഒരു 2 ഉദാഹരണങ്ങൾ. ഒന്ന് ആറ്റുകാൽ പൊങ്കാല. പണ്ട് ഇതേപോലെ ആടിനോ എന്തെങ്കിലും വേണ്ടി വല്ല എന്താ നിവേദിക്കണം, അവിടെ പായസോ അതോ എന്താണെന്നറിയില്ല എനിക്ക് കൃത്യമായിട്ട്, എന്തോ അവർ കുക്ക് ചെയ്യാറുണ്ട് അവിടെ. അങ്ങനെ ഒരു 4 പേര് കുക്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നീടത് 440 400 ഇന്ന് 2.5 മില്യൺ. ലോകത്തെ ഏറ്റവും കൂടുതൽ റിലീജിയസ് വുമൺ ഗാദറിംഗ് ആണ് പോലും ആറ്റുകാൽ പൊങ്കാല. അതുപോലെ തന്നെ 2-3 ചെറിയ ചെറിയ അമ്പലങ്ങൾ കൂടിച്ചേർന്ന് നടത്തിയിരുന്ന ഒരു, അവർ തമ്മിലുള്ള മത്സരപ്പൊക്കെയോ എന്തെങ്കിലും ഉത്സവം ഒക്കെ ആക്കി നടത്തിയിരുന്ന സംഭവമാണ് തൃശ്ശൂർ പൂരം. ഇന്നിപ്പോൾ തൃശ്ശൂർ പൂരം നടക്കണമെന്നൊക്കെ എല്ലാവർക്കും അറിയാം. കേരളത്തെക്കുറിച്ച് അറിയണതിന് മുമ്പ് തന്നെ ആൾക്കാർ തൃശ്ശൂർ പൂരത്തെക്കുറിച്ചാണ് അറിയണത്. അതുപോലെ തന്നെ പല ഉത്സവങ്ങളും. അക്ഷയ തൃതീയ, ഒരു 10 കൊല്ലം മുമ്പ് അക്ഷയ തൃതീയ എന്നുള്ള സംഭവം മലയാളി കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്ന് ആ അക്ഷയ തൃതീയ ദിവസം ഗോൾഡ് വാങ്ങിക്കാൻ വേണ്ടി ഫസ്റ്റ് മലയാളി നിൽക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഹോളി, നോർത്ത് ഇന്ത്യയിൽ മാത്രം കണ്ടുന്നൊരു ഉത്സവമാണ് ഹോളി. അത് ഇപ്പോൾ കേരളത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറേ ഉത്സവങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ അവിടെ കണ്ടിട്ടില്ല. ഓണം ഒരു വിളവെടുപ്പിൻ്റെ ഉത്സവമായിരുന്നു. അതായത് മഴക്കാലം കഴിഞ്ഞ് നമ്മുടെ പച്ചപ്പും സമൃദ്ധിയും ഒക്കെ ഒന്ന് ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിരുന്ന ഒരു ഉത്സവമാണ് ഓണം. അതുപോലെ തന്നെ വിഷു, സൂര്യൻ മേടം രാശിയിലേക്ക് കടക്കുന്ന ഒരു സമയത്ത് ആ ദിവസത്തെ ഇംഗ്ലീഷിൽ അതിനെ സോളിസ്റ്റിസ് എന്ന് പറയും. അത് ഇപ്പോൾ ഏപ്രിൽ 14 മാർച്ച് 21 ആക്ച്വൽ സോളിസ്റ്റിസ് നടക്കുന്നത്. പക്ഷേ ഈ വിഷു സമരാത്ര ദിനങ്ങൾ എന്ന് പറഞ്ഞ വിഷു എന്ന ദിവസം നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ആണ് ചെയ്തിരുന്നത്. അതിനെ നമ്മൾ നമ്മുടെ ന്യൂ ഇയർ ആയിട്ട് കണക്കാക്കുകയും ചെയ്തു. അതുപോലെ അന്നുണ്ടായിരുന്നവർ, അന്ന് ഇതൊക്കെ കണ്ടുപിടിച്ചവർ, അവർക്കുണ്ടായിരുന്ന അറിവ് കാലം ചെല്ലുന്തോറും മതങ്ങൾ പതുക്കെ പതുക്കെ അവരുടെ രീതിയിലാക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ളിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഓണത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ വിഷുവിൻ്റെ കാര്യം പറഞ്ഞ അതിനുള്ളിൽ മഹാബലി, വാമനൻ, വിഷുക്കണി, വിഷുക്കൈനീട്ടം തുടങ്ങിയ പല സംഭവങ്ങളും അടിച്ച് കുത്തി കയറ്റി മലയാളിക്ക് അങ്ങോട്ട് ഓഫർ ചെയ്തു. പുതിയൊരു ഉത്സവം വിഷു, ഓണം. ഈ സംഭവം മലയാളി പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെയുള്ളത് നമ്മുടെ ഇന്നേക്ക് ദുർഗാഷ്ടമി.
പണ്ട് പണ്ട് നമ്മുടെ ആകാശത്തിന്റെ പല ഭാഗങ്ങളും രേഖപ്പെടുത്താൻ വേണ്ടി ഏതോ ഒരു വാന നിരീക്ഷകന്റെ ബുദ്ധിയിൽ ഉദിച്ചതാണ് ദുർഗയും മഹിഷിയും എന്നുള്ള കഥകൾ. അതായത് ഒരു നക്ഷത്രക്കൂട്ടം മാറി മറ്റൊരു നക്ഷത്രക്കൂട്ടം വരുന്നു, അതിനെ കാണിക്കാൻ വേണ്ടി അവരൊരു നെമോണിക്സ് ആയിട്ട് ആകാശത്തിൽ രൂപം സങ്കല്പിച്ച് അവർ ഒരു കഥയുണ്ടാക്കി. ആ സംഭവമാണ് ദുർഗാഷ്ടമി. അതും മതം അടിച്ചുമാറ്റി പല സ്ഥലങ്ങളിൽ, കാളി പല സ്ഥലങ്ങളിൽ, സരസ്വതി, വിദ്യാരംഭം ഇതൊക്കെ കുത്തിക്കയറ്റി ഒരാഘോഷമാക്കി മാറ്റി. ഈ വടക്കേ ഇന്ത്യയില് വസന്തത്തെ വരവേൽക്കാൻ ഉള്ള ഉത്സവമായിരുന്നു ഹോളി. അതിൽ ഹോളികയും ഹോളിക ദഹനവും പ്രഹ്ലാദനും തുടങ്ങിയ കഥകളൊക്കെ അടിച്ചു കയറ്റി ഹോളി എന്നുള്ള ഉത്സവമായി. പിന്നെ ദീപാവലി, അത് ആക്ച്വലി വീഴുന്ന ഒരു ഒക്ടോബർ നവംബർ മാസത്തെ ഒരു അമാവാസി ദിവസമാണ്. അതായത് പണ്ട് കാലത്തെ ഏറ്റവും ഇരുണ്ട ഒരു രാത്രി, അന്നായിരുന്നു ദീപാവലി ആഘോഷിച്ചിരുന്നത്. അന്ന് ഇരുണ്ട രാത്രി, അന്ന് ഈ പറഞ്ഞ പോലെ നമുക്ക് വെളിച്ചങ്ങളൊന്നുമില്ല. അപ്പം ആ രാത്രി ആഘോഷിക്കാൻ വേണ്ടി അന്ന് അവർ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടാവും. അതിൽ നിന്നാണ് ദീപാവലി എന്ന ഒരു ഉത്സവം തുടങ്ങിയത്. പോരാത്തതിന് വടക്കേ ഇന്ത്യയിൽ മൺസൂൺ ഹാർവെസ്റ്റ് കഴിയണ ഒരു സമയം കൂടിയായിരുന്നു ദീപാവലി. പിന്നെ അവിടെ ശൈത്യം, വിന്റർ അറിയിക്കുന്ന ഒരു സ്റ്റാർട്ട് ഓഫ് വിന്റർ, അതും കൂടിയായിരുന്നു ദീപാവലി. എന്നാൽ വടക്കേ ഇന്ത്യയിൽ ഏതോ ഒരു പുള്ളി രാമായണമൊക്കെ എഴുതി ഈ ദീപാവലി അങ്ങ് വലിച്ച് സൈഡിലേക്കും കിട്ടും. രാമൻ അവിടെ പോയി ജയിച്ചു വന്ന ദിവസമാണെന്നും പറഞ്ഞ് അതങ്ങ് കൈയടക്കി. ഇതെന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ദീപാവലി ആഘോഷിച്ചതിൻ്റെ അടുത്ത ദിവസത്തെ പിക്ചറാണ്. ഡൽഹി NCR, നമ്മുടെ നാഷണൽ ക്യാപിറ്റൽ. ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുക എന്നുള്ള ചടങ്ങുണ്ട്. ദീപാവലിയിൽ ഈ പടക്കം പൊട്ടിക്കുക എന്നുള്ളത് NCRലെ ബാൻഡാണ്. പക്ഷേ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഇതൊരു ആചാരമാണല്ലോ. അപ്പോൾ ആ ആചാരം ചെയ്യാന്നുള്ള ഒരു സംഭവത്തിൽ ദീപാവലിക്ക് പടക്കം പൊട്ടിച്ചതിൻ്റെ അടുത്ത ദിവസം ഫോട്ടോ എടുത്താണ് ഞാൻ. ഇത് അവിടുത്തെ റോഡാണ്. വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ? ഈ പടക്കത്തിൻ്റെ പുകയാണ് ഇപ്പോഴും ഇരിക്കണത്. അടുത്ത ദിവസമാണെന്ന് ഓർക്കണം. ഇനി ക്രിസ്മസ് ഒരു പേഗൻ ഫെസ്റ്റിവലായിരുന്നു. ക്രിസ്ത്യാനികൾ ഉണ്ടാവുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന ആഘോഷമായിരുന്നു ക്രിസ്മസ്. പക്ഷെ മതം അതിൽ യേശുവിനെ പിടിച്ചിരുത്തി. ഇനി അതിൻ്റെ ഒരു മേക്ക് ഓവർ കൂടി ആവാമെന്ന് ചോദിച്ചാൽ അതിൻ്റെ സാന്റാക്ലോസും കൂടി വന്നു. ഈ കൊക്കക്കോള കമ്പനി നോക്കിയപ്പോൾ സാന്റാക്ലോസ് നല്ല രസം, അവരുടെയും നല്ല ചുവന്ന കുപ്പി, സാന്റാക്ലോസും നല്ല ചുവന്ന കളർ കുപ്പായൊക്കെ ഇട്ട് വരുന്നു. അവരത് രണ്ടും കൂടി മിക്സ് ചെയ്തു. അതൊരു ബ്രാൻഡ് മാർക്കറ്റിംഗ് ആയി. ഈ കൊക്കക്കോളയാണ് ആക്ച്വലി സാന്റാക്ലോസിനെ ഇത്രയും ജനങ്ങൾക്കിടയിൽ പോപ്പുലർ ആക്കിയത്. ഇന്ന് സാന്റാക്ലോസ് ഇല്ലാണ്ട് ഒരു ക്രിസ്മസ് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. ഇനി ഈസ്റ്റർ. ഈ ഈസ്റ്ററും ക്രിസ്ത്യാനികൾ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ആംഗ്ലോ സാക്സൺ ദേശങ്ങളിൽ ഉണ്ടായിരുന്നൊരു ഉത്സവമായിരുന്നു. ഈസ്റ്ററെ എന്ന ദേവതയെ ആദരിക്കുന്നൊരു ഉത്സവമായിരുന്നു ഈസ്റ്റർ. അപ്പോഴാണ് ഈ പുള്ളി ഒരു ഹാഫ് വീക്കെൻഡ് കുരിശി കിടന്നിട്ട് അടുത്ത ദിവസം രാവിലെ ഒരു വെക്കേഷൻ, അതായത് സൺഡേ രാവിലെ ഒരു വെക്കേഷനുമാണ്. ഈ പോണ പോക്കിൽ പുള്ളി വെറുതെ പോയില്ല. പോണ പോക്കിൽ പുള്ളി ലോകത്തെ എല്ലാ ആൾക്കാരുടെയും പാപങ്ങളും പുള്ളി ഏറ്റെടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. പണ്ട് എൻ്റെ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ ആ സുഹൃത്ത് ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ടായ ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ വിളിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ്റെ അമ്മയാണ് ഫോൺ എടുത്തത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ആൻറ്റി ഹാപ്പി ഗുഡ് ഫ്രൈഡേ. കാരണം പുള്ളിക്ക് അത് അറിയില്ലായിരുന്നു. കാരണം ഈ മലയാളത്തിലാണ് ദുഃഖവെള്ളി എന്നുള്ള പ്രശ്നമുള്ളത്. ഇംഗ്ലീഷിൽ അങ്ങനെ ഗുഡ് ഫ്രൈഡേ എന്നാണല്ലോ. പിന്നെ എന്താണെങ്കിലും ഉത്സവമൊക്കെ ആണല്ലോ, ഗുഡ് ഫ്രൈഡേ ഉത്സവം. അപ്പോൾ പുള്ളി ഹാപ്പി ഗുഡ് ഫ്രൈഡേ എന്നങ്ങ് അടിച്ചു. അപ്പം അങ്ങേ തലയ്ക്ക് നിന്ന് ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചതിന് നീ ആഘോഷിക്കുന്നോടാ എന്നൊരു സ്വരം കേട്ടു എന്നൊരു കരക്കമ്പി ഉണ്ട്. എനിക്കറിയില്ല, ഞാൻ ആ കോൺവെർസേഷൻ്റെ ഭാഗമല്ലായിരുന്നു. പുള്ളി ഇന്ന് ഹാപ്പി ആയിട്ടൊരു സംഖ്യയായിട്ട് കഴിയുന്നുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ആഘോഷിക്കുന്ന പല ഉത്സവങ്ങൾക്കും മതങ്ങൾക്കും അപ്പുറം പ്രകൃതിപരമായ ഒരു റീസൺ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ പല മതങ്ങളുടെയും കാര്യം അങ്ങനെയല്ല. ഈ പല കഥകളും പല ഇടങ്ങളിൽ നിന്ന് എടുത്തിട്ട്
എല്ലാം കൂടി തട്ടിക്കൂട്ടി ഒരു സംഭവം ഉണ്ടാക്കുന്ന ഒരു മതം നമ്മുടെ ഇടയിലുണ്ട്. അത് ഏതാണെന്ന് ഞാൻ പറയാണ്ടെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇസ്ലാമിൻ്റെ 2 മെയിൻ ആഘോഷങ്ങളാണ് റംസാനും ബക്രീദും. എന്നാൽ ഈ ആഘോഷങ്ങൾക്ക് പ്രകൃതിയുമായോ കൃഷിയുമായോ ഒന്നും യാതൊരു ബന്ധവുമില്ല. രണ്ടും ഒരു ത്യജിക്കലാണ്. അതായത് 7ാം ആകാശത്തുള്ള ഒരു പോസ്റ്റ് മാസ്റ്ററെ സൂചിപ്പിക്കാനുള്ള ഒരു വഴിയാണ് ഈ 2 ആഘോഷങ്ങളും. ആ ഫോട്ടോ കാണുമ്പോൾ അറിയാം, നിങ്ങൾക്ക് ആ സിനിമ ഓർമ്മയുണ്ടെങ്കിൽ മുത്താരം കൊന്ന വിയോല് പോസ്റ്റ് മാസ്റ്റർ ആയിരുന്നു മുകേഷ്. അയാളെ സൂചിപ്പിക്കാനുള്ളൊരു ആളാണ് നകുലൻ എന്ന ജഗതി. എനിവേ, ബോത്ത് ദീസ് ഫെസ്റ്റിവൽസ് ആർ ബ്ലേറ്റന്റ് കറപ്ഷൻ. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ഇനി റംസാന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, റംസാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പല മതങ്ങളിലും ഫാസ്റ്റിംഗ് എന്ന പരിപാടി ഉണ്ടായിരുന്നു. ജൂതന്മാർക്കിടയിൽ യോം കിപ്പൂർ എന്ന് പറഞ്ഞിട്ടൊരു ഫാസ്റ്റിംഗ്, ഒരു ദിവസം അവർ ഫാസ്റ്റ് ചെയ്യുന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ ലെൻറ്റ് എന്നുള്ള ഒരു സംഭവം ഈസ്റ്ററിന് മുമ്പ് ചെയ്തിരുന്നു. ഹിന്ദുക്കൾക്ക് വ്രതം എന്ന രീതിയിൽ അവരും ഇതുപോലെ ചില സാധനങ്ങൾ ത്യജിക്കും. മുഴുവനായിട്ട് ഭക്ഷണം ഒഴിവാക്കലല്ല, ചില സാധനങ്ങൾ ഒഴിവാക്കണ പരിപാടി പല മതങ്ങളിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗൂഗിളിൽ റംസാൻ ഫാസ്റ്റിംഗ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടണ പടമാണ് ആ മുകളിൽ കിടക്കുന്നത്. ഫാസ്റ്റിങ്ങിൻ്റെ ഒരു പടം കിട്ടില്ല, ഫീസ്റ്റിങ്ങിൻ്റെ പടം മാത്രമേ അവിടെ കിട്ടാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ റംസാൻ ഫീസ്റ്റിംഗ് എന്ന് ഇട്ടേക്കണത്. തെറ്റ് പറ്റിയതല്ല, അറിഞ്ഞുകൊണ്ടിട്ടതാണ്. ഇസ്ലാം ഉണ്ടായിരുന്നതിന് മുമ്പ് തന്നെ ചിലർക്കിടയിൽ, ജൂതന്മാർക്കിടയിൽ അഷുർ എന്ന് പറഞ്ഞിട്ടൊരു ആഘോഷം ഉണ്ടായിരുന്നു. പണ്ട് നമ്മുടെ ഈ മോശ ഈ കടലൊക്കെ പടർത്തിയിട്ട് ഈ ഫാറോവിൻ്റെ മേളിലൊരു വിജയമൊക്കെ നേടിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ആഘോഷിക്കാൻ വേണ്ടി ചെയ്തിരുന്ന സംഭവമാണ് ഈ അഷുർ. നമ്മുടെ മുഹമ്മദ് മദീനയിലേക്ക് എത്തിയപ്പോൾ പുള്ളി നോക്കിയപ്പോൾ ഈ ജൂതന്മാരൊരു ദിവസം ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യണം. അപ്പോൾ പുള്ളി വിചാരിച്ചു അതിപ്പോൾ ലാഭമായല്ലോ എന്ന് വിചാരിച്ചു അങ്ങേരും തുടങ്ങി ഒരു ദിവസത്തെ ഫാസ്റ്റിംഗ്. പക്ഷെ ആരാ മോൻ, പുള്ളിക്ക് ഒരു ദിവസം ഒന്നും പോരായിരുന്നു, പുള്ളിക്ക് 30 ദിവസം വേണമായിരുന്നു. ഒറ്റ ദിവസം കൊണ്ടൊന്നും പുള്ളി അങ്ങനെ വീഴൂല. അപ്പോൾ പുള്ളി ഒരു ആയത്തേക്ക് ഇറക്കി, സത്യവിശ്വാസികളെ നിങ്ങളുടെ മുമ്പിലുള്ളവർക്ക് നിർബന്ധമാക്കിയിരുന്ന പോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് ജിബ്രീൽ വഴി ഒരു മെസ്സേജ് ഞങ്ങൾ അയച്ചു. ഖുറാൻ 2:153. ഇനി 30 ദിവസം നോമ്പെടുക്കണമെന്നൊന്നും ഖുറാനിൽ ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഹദീസ് എടുത്തു കഴിഞ്ഞാൽ ബുഖാരി 1909 1909 എടുത്തു കഴിഞ്ഞാൽ കാണാം, റംസാനിലെ ചന്ദ്രക്കല കാണുന്നത് ഒട്ടു മുമ്പ് നോമ്പ് ആരംഭിക്കാനും ഷവ്വാലിലെ ചന്ദ്രക്കല കാണുമ്പോൾ നോമ്പ് ഉപേക്ഷിക്കാനും ആ ഹദീസിലുണ്ട്. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യുദ്ധങ്ങൾക്കൊക്കെ പോകുമ്പോൾ ആൾക്കാരെ ഒന്ന് യുദ്ധസജ്ജമാക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് കണ്ടുപിടിച്ചൊരു വഴിയായിരുന്നു ഈ നോമ്പെടുക്കുക എന്നുള്ള സംഭവം. പിന്നെ അടുത്തത് ബക്രീദ്. ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വിശ്വവിഖ്യാതമായ ഒരു അച്ഛൻ തൻ്റെ മകനെ ദൈവവിളിയുടെ പേരും പറഞ്ഞ് അറക്കാൻ തുടങ്ങിയപ്പോൾ അതിനെ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവൽ, ടോട്ടലി മോറലി കറപ്റ്റ് ഫെസ്റ്റിവൽ. പക്ഷെ കൊണ്ടുപോയി അറക്കാൻ തുടങ്ങുമ്പോൾ തന്നെ വിശാലഹൃദയനായ അള്ളാഹു ഒരു ആടിനെ ഞങ്ങൾ കൊടുത്തു വിട്ടു. മോനെ ഇത് നിങ്ങൾ കൊല്ല, മറ്റേത് ചെയ്യണ്ട എന്നും പറഞ്ഞു. അപ്പം ഈ ബലി എന്നുള്ള സംഭവം പല മതങ്ങളിലും പണ്ടും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. പക്ഷെ കൂടുതലായും നമുക്കത് കാണാവുന്നത് ഇസ്ലാമിലാണ്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഈദ് എന്ന വാക്ക് ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ എന്നിട്ടത് തലതിരിച്ചൊന്ന് വായിച്ചു നോക്കിയ ഫൈസി, ഇപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഈദ് എന്ന വാക്ക് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ആടിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കണം, അത്രേ ഉള്ളൂ. ഇനി ഇതൊക്കെയാണെങ്കിലും ഡിപ്ലോമാറ്റിക്കായ ഓണം ഉണ്ണുന്നത്, ക്രിസ്മസ് കേക്ക് മുറിക്കുന്നത് ഹറാമാണ്, അരവണ പായസം കഴിക്കുന്നത് ഹറാമാണ്. ഇങ്ങനെ എല്ലാം നിഷിദ്ധമായിക്കൊണ്ട് ചില കോയന്മാരെങ്കിൽ ഇവിടെ കറങ്ങി കിടപ്പുണ്ട്. മറ്റൊരു മതക്കാരൻ്റെ ഭക്ഷണം കഴിച്ചാൽ അത് ഷിർക്കാണ്. ഈ സാമ്പാറിലെ കായം കലക്കണതിന് പകരം മതം കലക്കണ ചില ടീംസ്. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ മതപരമായ ആചാരങ്ങളായാലും അല്ലാത്തതായാലും അവയ്ക്ക് നമ്മുടെ സമൂഹത്തിലൊരു വലിയ സ്ഥാനമുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ തമ്മിൽ ഒത്തുചേരാനും ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും നമ്മുടെ തന്നെ സംസ്കാരം അടുത്ത തലമുറയിലേക്ക് കൈമാറാനും ഒക്കെ ഇത് സഹായിക്കും. ഈ
ആഘോഷങ്ങളിലൊക്കെ നമ്മൾ ഒരുമിച്ച് കൂടുന്നതിനുകൊണ്ടാണ് നമുക്കിതൊക്കെ രസമാവുന്നത്. അതായത് ഒരുപക്ഷെ ഈ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഒരു അടുപ്പം, മറ്റൊരാളോട് ഒരു അടുപ്പം തോന്നും. അതിൻ്റെ ഭാഗമായിട്ട് പലർക്കും ഒരു സന്തോഷം, ഒരു ആനന്ദം ഒക്കെ കിട്ടും. നമ്മളൊരു ഒറ്റപ്പെട്ടവനല്ല എന്നുള്ളൊരു തോന്നൽ നമ്മളിൽ തന്നെ ഉണ്ടാക്കും. ഇനി വിശ്വാസം ഇല്ലാത്തവർക്കും വേണ്ടി ആഘോഷിക്കാൻ ഹ്യൂമനിസ്റ്റായ ചടങ്ങുകൾ പലതും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ആഘോഷങ്ങളിൽ നിന്ന് കിട്ടുന്ന സന്തോഷം മതത്തിൽ നിന്നല്ല, അത് മനുഷ്യർ തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ നിന്നാണ്. അതാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെയൊക്കെ DNA-യിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ് ഈ മാനവികത, മറ്റൊരു മനുഷ്യനോടുള്ള സ്നേഹം, എമ്പതി തുടങ്ങിയ ഓരോ ഭാവങ്ങൾ. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇതിനു വേണ്ടി ഒരു പടച്ചോന്റെ ആവശ്യം തന്നെ ഇല്ല, ഉറപ്പ്. ഇനിയാണ് ഞാൻ എൻ്റെ പ്രസന്റേഷൻ്റെ മെയിൻ കണ്ടന്റിലേക്ക് കടക്കുന്നത്. അതായത് നിരീശ്വരവാദികളായ നമ്മൾ ആരുടെ കൂടെ നിൽക്കും? എന്താ വെച്ചാലും മതങ്ങളും ദൈവങ്ങളും നമുക്ക് ശിഷ്ടാണല്ലോ. അപ്പോൾ നമ്മുടെ ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കണോ അതോ ഭ്രഷ്ട് കൽപ്പിച്ച് മാറി നിൽക്കണോ? എനിക്കറിയാവുന്ന പലരെയും കുഴക്കുന്നൊരു ചോദ്യമാണ്. ഞാനിത് ചെയ്യുന്നതിന് മുമ്പ് 2-3 അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തമ്മിലും കുറേ ഹീറ്റഡ് ഡിബേറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ. സാധാരണ 2 വഴികളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന്, അഭിനയിച്ച് കൂടെ ചേരുക. അതായത് അവർ ചെയ്യുന്ന പോലെ തന്നെ നോമ്പ് പിടിക്കുക, അമ്പലത്തിൽ പോവുക, പള്ളിയിൽ പോവുക, കുമ്പസാരിക്കുക, ഇതൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ബിലീഫ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നതായിട്ട് അഭിനയിക്കുക. രണ്ടാമത്തെ വഴി ഇതിൽ നിന്നൊക്കെ മാറിയേക്കുക. ഒരു കടുംപിടുത്തം പിടിച്ച് വീട്ടിൽ തന്നെ കുത്തിയിരിക്കുക, നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഒരു വെബ് സീരീസ് അങ്ങോട്ട് ബിഞ്ച് വാച്ച് ചെയ്യുക. പക്ഷെ എപ്പോഴെങ്കിലും എവിടെന്നെങ്കിലൊക്കെ ഒരു സദ്യയുടെയോ ബിരിയാണിയുടെ ഒക്കെ മണം മൂക്കിൽ വരും. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാവാറുണ്ട് പലർക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു 3ാമത്തെ വഴിയുണ്ടോ? ഈ അന്ധവിശ്വാസം ഇല്ലാതെ നമുക്ക് സന്തോഷം, ഒരുമ, ഭക്ഷണം എന്നീ സാധനങ്ങൾ ആഘോഷിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് ഞാൻ ഇന്ന് അഡ്രസ് ചെയ്യുന്നത്. പറ്റും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ നാസ്തികനായ നമ്മൾ ദൈവത്തിൻ്റെ കെട്ടുപാടുകൾ കൂടാതെ എങ്ങനെ മതപരമായ ആഘോഷങ്ങളിൽ പങ്കുചേരും എന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. ഇതിലാദ്യമായി എനിക്ക് പറയാനുള്ളത്, സജസ്റ്റ് ചെയ്യാനുള്ളത്, നമ്മുടെ കുട്ടികളെ ഈ ഉത്സവങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ പഠിപ്പിക്കുക എന്നതാണ്. അതായത് ഈ മതങ്ങൾ കൈയെടുക്കുന്നതിന് മുമ്പ് എന്തിനു വേണ്ടിയായിരുന്നു മനുഷ്യർ ഒത്തുകൂടിയിരുന്നത് എന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക. അത് ഓരോ മാതാപിതാക്കളുടെയും കടമയാണ്. നമ്മുടെ പല ദൈവങ്ങളും മരിച്ചുപോയത് ആരെങ്കിലും കൊന്നതുകൊണ്ടല്ല, അവരെ നമ്മൾ മറന്നുപോയതുകൊണ്ടാണ്. അതുപോലെ പതുക്കെ മറന്നു തുടങ്ങിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഈ ദൈവങ്ങൾക്കും മതകഥകൾക്കും ഉള്ളൂ. അതുകൊണ്ട് അത് മറക്കാൻ പഠിപ്പിക്കുക. പുതിയ കഥകൾ, സെക്യുലറായ കഥകൾ കൊണ്ട് അത് റീപ്ലേസ് ചെയ്യാം. ഇനി മതങ്ങൾക്ക് ഭക്ഷണമില്ലാതെ എന്ത് ആഘോഷം എന്ന് പലർക്കും തോന്നിക്കാം. അവർക്കായി ഒരു ടിപ്പ്: നിങ്ങൾക്ക് മതങ്ങളുടെ കെട്ടുപാടില്ലാതെ ചെയ്യാവുന്നൊരു കാര്യമാണ് പോട്ട്ലക്ക്. കോർപ്പറേറ്റിലൊക്കെ വർക്ക് ചെയ്തവർക്ക് പലർക്കും ഇതറിയായിരിക്കും. അവരൊക്കെ ഇത് സെലിബ്രേറ്റ് ചെയ്യാനാണ് പലപ്പോഴും. ഓരോരുത്തരും അവരാ കഴിയുന്ന 1-2 ഭക്ഷണങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ഓഫീസിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് എല്ലാവരും കൂടി ചേർന്നിരുന്ന് കഴിക്കും. ഇതാണ് പോട്ട്ലക്ക്. നോ റിലീജിയൻ, ജസ്റ്റ് എ സോഷ്യൽ ഗാദറിംഗ് ഫോർ എൻജോയ്മെന്റ്. ഈ പുറം രാജ്യങ്ങളിൽ മലയാളികൾക്കിടയിൽ ഇത് കുറച്ച് പോപ്പുലറായി വരുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്കത് ഇവിടെ പരീക്ഷിക്കാവുന്നൊരു സംഭവമാണ്. ഒന്ന് ഓർത്തിരിക്കുക, പോട്ട്ലക്ക്. ഇനി വടക്കേ ഇന്ത്യയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു ആചാരമാണ് ദീപാവലി ആകുമ്പോൾ വീട് എല്ലാവരും വൃത്തിയാക്കുന്ന ഒരു സംഭവം. വീട്ടിലെല്ലാവരും കൂടി ചേർന്ന് ഒരു ദീപാവലിക്ക് ഒരു 2 ദിവസം മുമ്പോ ഒരാഴ്ചയ്ക്ക് മുമ്പോ അവരിന്ന് വീട് മൊത്തം വൃത്തിയാക്കും. ഇതിലും മതപരമായിട്ടൊന്നുമില്ല, നമ്മുടെ വീട് വൃത്തിയായി കിട്ടുകയും ചെയ്യും. അതുമാത്രമല്ല, പഴയതും ആവശ്യമില്ലാത്ത പല സാധനങ്ങളും നമ്മൾ പലപ്പോഴായിട്ട് വീട്ടിൽ കൂട്ടി വെക്കാറുണ്ട്. അതൊക്കെ എടുത്ത് കളയാനുള്ളൊരു അവസരം കൂടിയാണ് ഈ ക്ലീനിങ്. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി: സ്വന്തം വീട് വൃത്തിയാക്കി അപ്പുറത്തുള്ള സ്വന്തം പരിസരം വൃത്തികേടാക്കാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. യൂസ് സം സിവിക് സെൻസ് ആൻഡ് പ്ലീസ് കീപ് ദി എൻവയറൺമെന്റ് ക്ലീൻ. പിന്നെ വീട്ടിൽ നമ്മൾ കളയേണ്ടതായി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ റെസ്പോൺസിബിളായി ഡിസ്പോസ് ചെയ്യുകയോ റീസൈക്കിൾ ചെയ്യുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇതും പരീക്ഷിക്കാവുന്ന കാര്യങ്ങളാണ്. പിന്നൊരു സംഭവമാണ് സീക്രട്ട് സാന്റ.
പങ്കെടുക്കുന്നവരെല്ലാവരുടെയും പേരൊരു എല്ലാ ചുറ്റിൽ എഴുതിയിട്ട് ഒരു കുടത്തിലാക്കിയിട്ട് അതിൽ നിന്ന് ഒരാൾക്കാർ പേരെടുക്കും. എന്നിട്ട് അവർ ആരുടെ പേരാണോ എടുത്തത് അത് അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം. ഈ ഗിഫ്റ്റ് കിട്ടുന്ന ആൾക്ക് അറിയില്ല ആരാണ് ഗിഫ്റ്റ് കൊടുക്കണമെന്നുള്ളത്. അത് കണ്ടുപിടിക്കലും അത് വേറൊരു അതിൻ്റെ ഒരു വേർഷനാക്കാം. ഇതിലും മതപരമായ യാതൊരു സംഭവവും ഇല്ല. ഇനി സെക്യുലറായിട്ട് ആഘോഷിക്കണമെങ്കിൽ യൂറോപ്പിലൊക്കെ ക്രിസ്മസ് സെക്യുലറായിട്ട് ആഘോഷിക്കാറുണ്ട്. അവർ ഉപയോഗിക്കാറുണ്ട്. സാന്റാക്ലോസ് വരാറുണ്ട്, ക്രിസ്മസ് ട്രീ ഉപയോഗിക്കാറുണ്ട്, ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ ഉണ്ട്. പക്ഷെ യേശുവിനെ കുറിച്ച് ആരും മിണ്ടാറില്ല. ഇനി അടുത്തൊരു ഉദാഹരണമാണ് ഫിൻലൻഡിലെ അവരാഘോഷിക്കുന്ന പിക്കുജുലു. അങ്ങനെ തന്നെയാണ് പ്രൊണൗൺസിയേഷൻ എന്ന് എനിക്കറിയില്ല, പക്ഷെ പിക്കുജുലു എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ഇതിന് ലിറ്റിൽ ക്രിസ്മസ് എന്നും പേരുണ്ട്. അവരുടെയൊക്കെ ഹോളിഡേ സീസൺ തുടങ്ങുന്നത് ഇതിൽ നിന്നാണ്. അതായത് അവർ സാധാരണ അവരുടെ ഫിനിഷ് ഭക്ഷണം കഴിക്കുന്നു, അവർ കരോള് പാടുന്നു, അടുത്തുള്ള വീടുകൾ സന്ദർശിക്കുന്നു, അവർക്കും കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ കൊടുക്കുന്നു. ശുഭം, മായമില്ല, മന്ത്രമില്ല, യേശുവില്ല. ഇനി അടുത്ത ഒരു ഉത്സവമാണ്, അതും ഫിൻലൻഡുകാരുടെയാണ്. അതിൻ്റെ പേര് കൽസരിക്കണ്ണി. കൽസരിക്കണ്ണി എന്ന് പറയുമ്പോൾ നമ്മുടെ വിഷുക്കണിയായിട്ട് വലിയ ബന്ധമുണ്ടെന്നൊന്നും വിചാരിക്കേണ്ട. ഇത് അതുക്കും മേലെ. കാരണം അന്ന് ഫിൻലൻഡുകാർ അടിവസ്ത്രം മാത്രം ഇട്ട് അവർക്ക് ഇഷ്ടമുള്ള മൾഡ് വൈൻ കുടിച്ച് ഒരു ദിവസം ഒന്നും ചെയ്യാണ്ട് വീട്ടിലിരിക്കും. ഓക്കെ, ഫുൾ റെസ്റ്റും ഏകാന്തതയും അനുഭവിച്ചുകൊണ്ട് ഒറ്റ ദിവസം ഇരിക്കും. തങ്ങൾക്ക് പുറത്തോട്ടിറങ്ങാൻ യാതൊരു ഉദ്ദേശമില്ല എന്നുള്ള അതിൻ്റെ സൂചകമാണ് ഒരു ഈ അടിവസ്ത്രം മാത്രം ഇട്ടിരിക്കുന്ന സംഭവം. ഇനി ഇത് നമ്മളിവിടെ അനുകരിക്കണമെന്ന് ഞാൻ പറയണില്ല, ഇങ്ങനെയും ചില ആളുകൾ ആഘോഷിക്കുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നാളെ എല്ലാവരും അടിവസ്ത്രത്തിൽ മാത്രം ഇരിക്കേണ്ട ആവശ്യമില്ല. ഇനി ഡെൻമാർക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു ആഘോഷമാണ് ഗേ കുബ്രെ. അവര് ചില കട്ടൗട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ ചില പോയംസും അവരുടെ പേര് എഴുതുന്നതിന് പകരം ചെറിയ ഊട്ടകളൊക്കെ ഇട്ടിട്ട് അതിൽ നിന്ന് ക്ലൂ കണ്ടെത്തി ആരാണ് ഈ സംഭവം അയച്ചേക്കണമെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ചെറിയ ഗെയിമാണ് ഈ ഗേ കുബ്രെ. നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റിയാൽ, നമുക്ക് ആരാ അയച്ചതെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയാൽ അവർക്കൊരു ഈസ്റ്റർ എഗ് കൊടുക്കണം. കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ നമുക്കൊരു ഈസ്റ്റർ എഗ് തരും. നോ മതം. ഇനി ജപ്പാനിലൊക്കെ കാണുന്ന, ജപ്പാൻ, കാനഡ, അമേരിക്കയിലൊക്കെ കാണുന്ന ചെറി ബ്ലോസം ഫെസ്റ്റിവൽ, പോരാത്തിന് അതിൻ്റെ ഒപ്പം തന്നെ നടക്കുന്ന ഹനാമി പിക്നിക് എന്ന സംഭവമുണ്ട്. അതുകൂടാണ്ട് സ്പെയിനിൽ ലാ ടൊമാറ്റീന എന്ന് പറഞ്ഞൊരു ഉത്സവത്തെ പറ്റി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും തക്കാളി എടുത്ത് വലിച്ചെറിയുന്ന ഒരു ഉത്സവമാണ് ലാ ടൊമാറ്റീന. അതിവിടെ കൊണ്ടുവരാൻ നോക്കണ്ട. ഇവിടെ കൂടുതലുള്ള ടൊമാറ്റോ അല്ല, തേങ്ങയാണെന്ന് ആലോചിക്കുക. ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. അതുപോലെ തന്നെ നെവാഡ ഡെസേർട്ടിൽ അവർ ചെയ്യണ ഒരു ഉത്സവമാണ് ബേണിംഗ് മാൻ ഫെസ്റ്റിവൽ. ഇതിലും മതത്തിൻ്റെ യാതൊരു സംഭവം കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ സ്കോട്ട്ലൻഡിലെ എഡിൻബറ ഫെസ്റ്റിവൽ ഫ്രിഞ്ച്, അതുപോലെ നോട്ടിംഗ് കാർണിവൽ, ലണ്ടനിലെ നോട്ടിംഗ് കാർണിവൽ, ജർമ്മനിയിലെ ഒക്ടോബർ ഫെസ്റ്റ്, ഇതൊക്കെ ഇന്നും മതരഹിതമായി നടന്നു പോകുന്നു. ഈ പറഞ്ഞ ആഘോഷങ്ങൾ എല്ലാം തന്നെ ഓപ്പൺ ടു ഓൾ ആഘോഷങ്ങളാണ്. അതായത് എല്ലാവർക്കും, ഏത് മതക്കാർക്കും സ്വാഗതം. ഒരു വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. ദൈവങ്ങളില്ലാതെ മനുഷ്യനും മാത്രം ആഘോഷിക്കുന്ന ഫെസ്റ്റിവൽസ്. പൊളിയല്ലേ? സോ ലോകത്തിൽ പലയിടങ്ങളിലും മനുഷ്യർ ഇതുപോലെ മതരഹിതമായ ആഘോഷങ്ങൾ കൊണ്ടാടുന്നു. അവിടെയുള്ള ആൾക്കാർ ഈ ഭക്ഷണം, കല, സാംസ്കാരിക, മൂവീസ്, ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈം, ഇതൊക്കെയാണ് അവർ ആഘോഷിക്കുന്നത്. അല്ലാണ്ട് പള്ളിയിൽ പോയിട്ടോ പട്ടിണി കിടന്നിട്ടോ ഉരുതി കൊടുത്തിട്ടോ ഒന്നുമല്ല. നമ്മൾക്കും ഇത്തരം ആഘോഷങ്ങൾ എന്തുകൊണ്ടായിക്കൂടാ എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി ആരെങ്കിലും പൂക്കളം വിടുന്നതിനോ വീടുകൾ ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നതിനോ നമ്മൾ എതിരേൽക്കേണ്ട ആവശ്യമില്ല എന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. പൂജയും പരിവട്ടവും ഒന്നുമില്ലാതെ ഇതൊക്കെ ആഘോഷിക്കാൻ പറ്റും എന്ന് പലരും തെളിയിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഫ്രീ തിങ്കേഴ്സാണ്. ഏതാണ് മതപരമായ കാര്യങ്ങൾ, ഏതാണ് മതപരമല്ലാത്ത കാര്യങ്ങൾ എന്നൊക്കെ അറിയാനുള്ള സെൻസിറ്റിവിറ്റി ആൻഡ് സെൻസിബിലിറ്റി നമ്മുടെ കയ്യിലുണ്ട്. സോ പ്ലീസ് യൂസ് ഇറ്റ്. ഇനി ഒരു DNA ആകൃതിയിൽ പൂക്കളം എന്താ കുഴപ്പം? അപ്പം ആ പടത്തിൽ കാണിക്കുന്ന ഒരു പീരിയോഡിക് ടേബിളിൻ്റെ രൂപത്തിൽ പൂക്കളം ഇട്ടിരിക്കുന്ന ഏതോ ഒരു ടീമിനെയാണ്. അതുപോലെ ഒരു സദ്യ കഴിച്ചാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ബിക്കോസ് മാൻ ഇസ് എ സോഷ്യൽ ആനിമൽ.
അതുകൊണ്ട് തന്നെ ഇത്തരം ഉത്സവങ്ങളും ഒത്തുചേരലുകളും ഇല്ലാതെ മനുഷ്യന്റെ ജീവിതം വളരെ വളരെ ബോറായിരിക്കും. പക്ഷെ ഇതുകൊണ്ടൊന്നും മതങ്ങളുടെ ഇരുണ്ട കാലത്തേക്ക് നമ്മൾ ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എടുത്തുകൊണ്ട് പോകണമെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് നമ്മുടേതായ ആഘോഷങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അതും സന്തോഷകരമായത്, ശക്തമായത്, യുക്തിസഹമായത്, മതം ഒട്ടുമില്ലാത്തത്. We don't need gods, myths and miracles to celebrate. We just need each other. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. താങ്ക് യു.